വിശ്വാസം പക്വതപ്പെടുന്നത് കൂട്ടായ്മയിലാണെന്ന് ഉദ്ബോധിപ്പിച്ച് കോട്ടപ്പുറം രൂപതാ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തംവീട്ടിൽ. കോട്ടപ്പുറം രൂപതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് മുസരീസ് സെന്റ് തോമസ് കപ്പേളയിൽ ഒരുക്കിയ ദിവ്യബലിയിൽ വചനസന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ്. അതേസമയം അഭിമന്യ പിതാവിനൊപ്പം രൂപത ഇടവക സന്യസ്ത പ്രതിനിധികളും രൂപതയിലെ വൈദികരും അണിനിരുന്ന മുസരീസ് സെന്റ് തോമസ് കപ്പേള പ്രവേശന പ്രദക്ഷിണവും ഊട്ടുതിരുനാളും പ്രൗഢഗംഭീരമായി നടന്നു. വിശ്വാസം പക്വതപ്പെടുന്നത് കൂട്ടായ്മയിലാണെന്ന് ഉദ്ബോധിപ്പിച്ച കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പങ്കുവയ്ക്കുമ്പോഴുമാണ് ഈശോ കടന്നുവരുന്നതെന്നും അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും പ്രഘോഷിച്ചു. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈശോയാണ് എനിക്കുള്ളതെന്ന് വിശുദ്ധ തോമസിനെ പോലെ സ്നേഹത്തോടെ സധൈര്യം പറയുവാൻ നമുക്കേവർക്കും സാധിക്കണമെന്നും കൂട്ടിച്ചേർത്തു. കോട്ടപ്പുറം രൂപതാ ദിനാഘോഷത്തോടനുബന്ധിച്ച് മുസിരിസ് സെന്റ് തോമസ് കപ്പേളയിൽ ഒരുക്കിയ ദിവ്യബലിയിൽ വചന സന്ദേശം നൽകുകയായിരുന്നു അഭിമന്യ പിതാവ്. രൂപതയിലെ വൈദികരും സന്യസ്ത വൈദികരും ദിവ്യബലിയിൽ സഹകാർമ്മികരായി. കോട്ടപ്പുറം രൂപത വാർഷിക പദ്ധതിയുടെയും യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ക്രിസ് ബാൻഡിന്റെ കവർ സോങ്ങിന്റെയും പ്രകാശനവും ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും നടന്നു. ഊട്ടുനേർച്ച ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ആശീർവദിച്ചു. ആയിരങ്ങൾ ഊട്ടുനേർച്ചയിൽ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്ക് മുന്നോടിയായി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് LP സ്കൂളിൽ നിന്ന് കോട്ടപ്പുറം മുസിരിസ് സെന്റ് തോമസ് കപ്പേളയിലേക്ക് നടന്ന പ്രവേശന പ്രദക്ഷിണത്തിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലിനൊപ്പം രൂപത ഇടവക സന്യസ്ത പ്രതിനിധികളും രൂപതയിലെ വൈദികരും അണിനിരന്നു. 1987 ജൂലൈ 3 തോമസ് സ്ലീഹായുടെ രക്തസാക്ഷിത്വ തിരുനാൾ ദിനത്തിലാണ് ക്വോ ആപ്തിയൂസ് എന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തിരുവെഴുത്ത് വഴി കോട്ടപ്പുറം രൂപത സ്ഥാപിതമാകുന്നതും റൊമാനി എത്ത് പൊന്തിഫിച്ചിസ് എന്ന അപ്പസ്തോലിക എഴുത്ത് വഴി മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ രൂപതയുടെ പ്രഥമ മെത്രാനായി നിയമിതനാകുന്നതും. കോട്ടപ്പുറം രൂപതയുടെ മധ്യസ്ഥൻ വിശുദ്ധ തോമസ് അപ്പസ്തോലനാണ്. ഷെക്കേന ന്യൂസ്, തൃശൂർ.